ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വളർച്ചയുടെ പാതയിൽ റിസർവ് ബാങ്ക് വലിയ പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാം വാർഷിക ആഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. CBI സ്ഥാപക ദിനാചരണം ഇന്ന്. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ ചടങ്ങിൽ സമ്മാനിക്കും. നയതന്ത്രത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ഇന്ത്യയുടെ പൈതൃകം, നാഗരികത, സംസ്കാരം തുടങ്ങിയവയെക്കുറിച്ചുള്ള പദ്ധതികൾ ഉണ്ടാകണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവം. പ്രചാരണ പ്രവർത്തനങ്ങളുമായി രാഷ്ട്രീയ കക്ഷികൾ. അധിക കടമെടുപ്പിനായുള്ള കേരളത്തിന്റെ പ്രധാന ഹർജി സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയുടെ പരിവർത്തനം ഒരു മാതൃകാ പഠനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വളർച്ചയുടെ പാതയിൽ റിസർവ് ബാങ്ക് നിർണായക പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളെ കൃത്യമായി പിടിച്ചുകെട്ടാൻ കേന്ദ്ര ബാങ്കിന് കഴിഞ്ഞതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുംബൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ग्लोबल चैंपियंस की क्रेडिट जरूरतों से लेकर रेहड़ी पटरी वालों तक की जरूरत को, कटिंग एज सेक्टर से लेकर ट्रेडिशनल सेक्टर्स तक की जरूरतों को हम पूरा कर सके, ये विकसित भारत के लिए बहुत जरूरी है. विकसित भारत के बैंकिंग विजन के इस पूरे अध्ययन के लिए रिजर्व बैंक बहुत उपयुक्त संस्था है. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ, ധനകാര്യ സഹമന്ത്രി ഭഗവത് കിഷൻ റാവു കരാട്, പങ്കജ് ചൌധരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. RBI ഗവർണർ ശക്തികാന്ത ദാസ് പരിപാടിയെ അഭിസംബോധന ചെയ്തു. 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. CBI സ്ഥാപക ദിനാചരണം ഇന്ന്. ഇതോടനുബന്ധിച്ച് CBI 20ാമത് DP കോഹ്ലി അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പ്രഭാഷണം നടത്തും. നൂതന നീതിന്യായ സംവിധാനത്തിനായി സാങ്കേതിക വിദ്യ സ്വീകരിക്കൽ എന്നതാണ് ഈ വർഷത്തെ പ്രഭാഷണ വിഷയം. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളും സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡലുകളും ചടങ്ങിൽ സമ്മാനിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന G20 ഉച്ചകോടി രാഷ്ട്രീയ സാമ്പത്തിക പുനർസന്തുലനത്തിന്റെ ഉദാഹരണമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യമൊട്ടാകെ ഇന്ത്യയുടെ അധ്യക്ഷസ്ഥാനം ആഘോഷിച്ചതായി പറഞ്ഞ അദ്ദേഹം, കുറച്ചു രാജ്യങ്ങൾ ലോകകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്നും കൂടുതൽ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തിലേക്ക് കാര്യങ്ങൾ വിപുലീകരിക്കപ്പെട്ടതായി അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായ സന്തുലനത്തിന് ശേഷം നിലവിലെ പോരാട്ടം സാംസ്കാരികപരമായ സന്തുലനം ഉറപ്പാക്കുന്നതിനാണ്. രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നാടിന്റെ പൈതൃകം സംബന്ധിച്ച് യുവാക്കൾക്ക് അറിവുണ്ടായിരിക്കണമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്നാരംഭിച്ച സാമ്പത്തിക വർഷത്തിൽ പുതിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. പുതിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ചില സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ നികുതി വ്യവസ്ഥ പ്രധാനമായും കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ഒഴികെയുള്ള വ്യക്തികൾക്ക് ബാധകമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. പുതിയ നികുതി സമ്പ്രദായമനുസരിച്ച് നികുതിദായകർക്ക് തങ്ങൾക്ക് പ്രയോജനകരമെന്ന് കരുതുന്ന നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കാമെന്നും മന്ത്രാലയം പറഞ്ഞു. ക്ഷേമ നടപടിയെന്ന നിലയിൽ കേന്ദ്രീയ പോലീസ് കല്യാൺ ഭണ്ഡറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് ചരക്ക് സേവന നികുതിയുടെ 50% സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. ഇന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനുകൾ, സ്റ്റേറ്റ് പോലീസ് ഫോഴ്സ് എന്നിവയിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്കും വിരമിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രയോജനമുണ്ടാകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. കോബ്ര ബറ്റാലിയന്റെയും ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിന്റെയും സംയുക്ത സംഘം മേഖലയിൽ നടത്തിയ തിരച്ചിലിനിടെയാണ് വെടിവയ്പ് നടന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തതായി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഒഡീഷ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പ്രകൃതി സമ്പത്തിനും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഒഡീഷ പേരുകേട്ടതാണെന്ന് അവർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ പ്രധാന ഹർജി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഓരോ സംസ്ഥാനത്തിനും എത്ര രൂപ കടമെടുക്കാമെന്നത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് നിലവിൽ അനുവാദമില്ല. തൽക്കാലം കടമെടുക്കാൻ കേന്ദ്ര നിബന്ധന പാലിക്കണം. 1 വർഷം അധിക കടം എടുത്താൽ അടുത്ത വർഷത്തിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ഭരണഘടനയുടെ 293-ാം അനുച്ഛേദം ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അതിനാൽ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതുണ്ടെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി.
ആകാശവാണി തിരുവനന്തപുരം നിലയം 75-ാം വർഷത്തിലേക്ക് ഇന്ന് ഉച്ചതിരിഞ്ഞ് നടക്കുന്ന ചടങ്ങ് പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്യും. 1943 ആരംഭിച്ച തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ 1950 ഏപ്രിൽ 1 ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായത്. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ പരിധിയിൽ വരുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സാഹിത്യരംഗം, വയലും വീടും, കുടുംബാരോഗ്യം, നാടകം തുടങ്ങി ആകാശവാണിയുടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ജനങ്ങൾക്ക് മുമ്പിലെത്തും. നാടകങ്ങൾ, കലാസാഹിത്യ സദസ്സുകൾ, കവിയരങ്ങുകൾ, നാടകാവതരണം, മെഡിക്കൽ ക്യാമ്പുകൾ, കാർഷിക മേളകൾ തുടങ്ങിയവ ഉണ്ടാകും. ആകാശവാണി മുൻ ജീവനക്കാരും വിവിധ പരിപാടികളിൽ അതിഥികളായെത്തും. 1950 മുതൽ 2024 വരെയുള്ള ആകാശവാണിയുടെ വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം ചെയ്യും. കേരള തീരത്ത് ഉയർന്ന തിരമാലയും കടലാക്രമണവും ഒരു ദിവസം കൂടി തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് വ്യാപകമായ രീതിയിലുള്ള കടൽ ആക്രമണത്തിന് കാരണം. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവം. ഒരു റിപ്പോർട്ട്. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയം കഴിഞ്ഞതോടെ മത്സര ചിത്രം തെളിഞ്ഞു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണ്. ഈ മാസം 4 വരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 5-ാം തീയതിയാണ്. എന്നാൽ ജമ്മുകാശ്മീരിൽ ഇത് 6-ാം തീയതിയാണ്. 8-ാം തീയതി വരെ പത്രികകൾ പിൻവലിക്കാം. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണവും പുരോഗമിക്കുകയാണ്. ഇന്നലെ ഉത്തർപ്രദേശിലെ മീററ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലിയിൽ സംബന്ധിച്ചു. ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ ഇന്നലെ INDIA മുന്നണി റാലി സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു റാലി. കേരളത്തിൽ 3 മുന്നണികളും പ്രചാരണ തിരക്കിലാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 2 ദിവസത്തെ രാജസ്ഥാൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഈ മാസം 2 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്നലെ സംഘടനാതല യോഗങ്ങളിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ജയ്പൂരിൽ പാർട്ടി നേതാക്കളുമായി ആശയവിനിമയം നടത്തി. ദൌസ, കരൌളി, ധോൽപൂർ, നാഗൂർ, ചുരു, ജുൻജുന മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, BJP സംസ്ഥാന അധ്യക്ഷൻ CP ജോഷി, മുൻ പ്രതിപക്ഷ നേതാവ് രാജേന്ദ്ര റാത്തോഡ് തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് ശ്രീ അമിത്ഷാ സിക്കാറിൽ റോഡ് ഷോയും നടത്തി. ഇന്ന് ജോധ്പൂരിൽ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ ശ്രീ അമിത്ഷാ പങ്കെടുക്കും. മധ്യപ്രദേശിൽ ആദ്യഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ 88 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 6 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 29 ലോക്സഭാ സീറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. കേന്ദ്രമന്ത്രി ഭഗൻ സിംഗ് കുലസ്തെ, മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകൻ നകുൽനാഥ് എന്നിവർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നു. 2ാം ഘട്ടത്തിലേക്ക് ഇതിനകം 8 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് ഈ മാസം 19-നും 2ാം ഘട്ടം 26-നുമാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള സമിതിയുടെ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള 27 അംഗ സമിതിയുടെ ആദ്യ യോഗമാണിത്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ് കൺവീനർ. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ഇന്നാണ്. തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനാണിത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാവ് സോണിയാഗാന്ധി, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന അസമിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ 2ാം ഘട്ട പരിശോധനാ പ്രക്രിയ ഇന്ന് നടക്കും. ഇതിനുശേഷം ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ VVPAT ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കും. തെരഞ്ഞെടുപ്പ് നിരീക്ഷകന്റെയും മത്സരാർത്ഥിയുടെയും സാന്നിധ്യത്തിൽ EMS സോഫ്റ്റ്വെയർ വഴിയാണ് ഇവ നടക്കുക. തുർക്കിയയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രധാന നഗരങ്ങളായ ഇസ്താംബുൾ, അങ്കാറ എന്നിവിടങ്ങളിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടി വിജയത്തിലേക്ക്. പ്രസിഡന്റ് റെസെപ് തയ്യിപ് എർദോഗന് കനത്ത തിരിച്ചടിയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. അങ്കാറയിൽ പ്രതിപക്ഷ കക്ഷി CHPയിലെ മേയർ സ്ഥാനാർത്ഥി മൻസൂർ യവാസ് വളരെ മുന്നിലാണ്. ഇസ്മീർ, ബർസ, അദന തുടങ്ങിയ മറ്റു നഗരങ്ങളിലും CHPയാണ് മുന്നിട്ട് നിൽക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. കളിച്ച 2 മത്സരങ്ങളും പരാജയപ്പെട്ട മുംബൈ പട്ടികയിൽ ഏറ്റവും പിന്നിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 7:30-ന് ഹൈദരാബാദിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വളർച്ചയുടെ പാതയിൽ റിസർവ് ബാങ്ക് വലിയ പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90-ാം വാർഷിക ആഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. CBI സ്ഥാപക ദിനാചരണം ഇന്ന്. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ ചടങ്ങിൽ സമ്മാനിക്കും. നയതന്ത്രത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ഇന്ത്യയുടെ പൈതൃകം, നാഗരികത, സംസ്കാരം തുടങ്ങിയവയെക്കുറിച്ചുള്ള പദ്ധതികൾ ഉണ്ടാകണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവം. പ്രചാരണ പ്രവർത്തനങ്ങളുമായി രാഷ്ട്രീയ കക്ഷികൾ. അധിക കടമെടുപ്പിനായുള്ള കേരളത്തിന്റെ പ്രധാന ഹർജി സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.